ഇക്ക ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, വരും കഴിക്കാം. അതാ വരുന്നു. സാധിക്കേ, ഇനി ചപ്പാത്തി വേണോ? വേണ്ടാത്ത മതി. ഒരെണ്ണം കൂടി കഴിക്കടാ. വേണ്ടാത്തോണ്ടാണ്, ഇതന്നെ കൂടുതലാണ്. ഞാൻ പോണു. സാധിക്ക നീ പോവാണോ? എൻ്റെ ബ്ലൗസ് ഒന്ന് അടിക്കാൻ കൊടുത്തിട്ടുണ്ടേ, അതൊന്ന് വാങ്ങിട്ട് വരണം കേട്ടാ. ശരി താത്ത. സാധിക്ക വരുമ്പോ സോപ്പ് പൊടിയും വാങ്ങ്. ഓ, ഇതിനെ കൊണ്ട് വലിയ ശല്യാണല്ലോ. എവിടെ പോകുമ്പോഴും ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിപ്പിക്കും. വേറെ ഒരു പണിയും ഇല്ലല്ലോ, ഇവിടെ ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കാനല്ലേ പണി. എല്ലാം ശരിയാക്കി തരുന്നുണ്ട്. ഞാൻ കഴിക്കോളാം. രാവിലെ മുതൽ അടുക്കളയിൽ തന്നെ പണിയല്ലേ. ഇത്തിരി അവിടെ പോയിരിക്കും, ഉമ്മ കഴിക്കോളാം. പാത്രങ്ങളൊക്കെ അവിടെ വെച്ചോ. അത് കുഴപ്പമില്ലമ്മ, ഇത്തിരി പാത്രം പണിയല്ലേ ഉള്ളൂ, അത് ഞാൻ കഴിക്കോളാം. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ എല്ലാ പണികളും നീ തന്നെ ചെയ്യുന്നത് എന്തിനാണ്? ഇവിടെ ഞാനുണ്ട്, ഇതാ ഷഹാനുണ്ട്, ഞാനും കുറച്ച് പണികളൊക്കെ ചെയ്യില്ലേ. ഇങ്ങനെ എല്ലാ പണികളും നീ ഓടി നടന്ന് ചെയ്തിട്ട് ലാസ്റ്റ് കടപ്പിലാകാൻ വേണ്ടിയിട്ടാണ്. എന്താ അമ്മ ഇവിടുത്തെ പണികൾ ചെയ്ത് അങ്ങനെ കടപ്പിലാവുകയാണ്? നിന്നെ കൊണ്ട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മ ഇവിടെ ഇരിക്കണ്ടല്ലോ, ഉമ്മാൻ്റെ അടുത്ത് ചോദിക്കാം. താത്ത എന്തായാലും ഇപ്പൊ ഇവിടെ ഇല്ല. ഉമ്മയോട് ഞാൻ കുറെ ആയിട്ട് ഒരു കാര്യം ചോദിക്കണം പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. താത്താന്റെ ഹസ്ബൻഡ് മാത്രമല്ലേ മരിച്ചിട്ടുള്ളൂ? അവിടെ വീട്ടിൽ കുടുംബക്കാരും അമ്മായിയമ്മ അങ്ങനെ നാത്തന്മാര് അങ്ങനെ ആരും ഇല്ലേ? അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വരുന്ന കണ്ടിട്ടില്ല. താത്തയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം കണ്ടിട്ടില്ല. അതെന്താ അവരായിട്ട് ബന്ധമൊന്നുമില്ലേ? കുടുംബക്കാരും സ്വന്തക്കാരും ഭർത്താവിന്റെ ഉമ്മയും അതുപോലെ തന്നെ പെങ്ങളും ഒക്കെ ഉണ്ട്. പറഞ്ഞിട്ടെന്താ കാര്യം? അവൻ ഉണ്ടായിരുന്ന സമയത്ത് ഇവളുടെ ഭയങ്കര കാര്യമായിരുന്നു. അവൻ മരിച്ചതോടുകൂടി ഇവളോടുള്ള സ്നേഹവും അവർക്ക് ഇല്ലാണ്ടായി. കുട്ടികളും ഇല്ലാലോ. പിന്നെ അവിടെയുള്ള അമ്മായിയമ്മയും നാത്തൂനും ഒരുപാട് ഉപദ്രവിക്കും. അവൻ ഗൾഫിലായിരുന്നല്ലോ, മരിച്ചിട്ട് 5 വർഷമായി. അങ്ങോട്ട് പോക്കും വരവൊന്നുമില്ല. അവരും ഇങ്ങോട്ട് വരലൊന്നുമില്ല. ഇവള് കാരണമാണ് അവന്റെ മകൻ മരിച്ചത് എന്നൊക്കെയാണ് അവര് പറയണത്. അത് കാരണം അവർക്കും ഇവളിനോട് ദേഷ്യമാണ്. അതൊക്കെയാണ് കാര്യം. അവളിങ്ങനെ നടക്കണ്ടെന്നേ ഉള്ളൂ. ഉള്ളിലൊക്കെ ഭയങ്കര വിഷമമാണ്. അത് നമ്മളൊന്നും അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഏത് നേരവും പണി ചെയ്തുകൊണ്ട് നടക്കുന്നത്. എന്നാൽ ഇത്തിരി ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി കേൾക്കൂല. ഇങ്ങനെ പണി ചെയ്തുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ വിഷമം മാറുമോ? എൻ്റെ മകൾക്ക് നല്ല വിഷമമുണ്ട്. പറഞ്ഞിട്ടെന്താണ്, അവളൊന്നും കാണിക്കില്ല എന്ന് പുറത്ത്. അവൻ നല്ല സ്നേഹമുള്ള ചെക്കനായിരുന്നു. ഒരിക്കൽ വന്നിട്ട് പോയി. 2ാം പ്രാവശ്യം വരുമ്പോൾ അവളെ തന്നെ മരിച്ചിട്ടാണ് വന്നത്. ഇവളെയും ഗൾഫിക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഇവൾ ആ തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, വിധി. ഉമ്മ, എന്നാ പിന്നെ താത്താനോട് വേറൊരു കല്യാണം കഴിക്കാൻ പറഞ്ഞൂടെ? 5 വർഷമായില്ലേ മരിച്ചിട്ട്? ഞാനും അവനൊക്കെ അത് ഒരുപാട് പറഞ്ഞു. പക്ഷെ അവൾക്ക് അതിൽ താല്പര്യമില്ല. പാവം എൻ്റെ കുട്ടിക്ക് ഈ ഗതി വന്നല്ലോ. ഞാൻ അതാലോചിച്ചിട്ടാണ് എനിക്ക് ഏറെ വിഷമം. ഗൾഫിൽ നിന്ന് വരുമ്പോൾ അവൻ ഓടി വരും ഉമ്മ എന്ന് പറഞ്ഞിട്ട്. എന്ത് സ്നേഹമുള്ള ചെക്കനായിരുന്നു എന്നറിയോ? എനിക്ക് അവൻ മരുമാനൊന്നുമല്ല, മകനെ പോലെ തന്നെയായിരുന്നു. അത്രയ്ക്ക് നല്ല സ്നേഹമുള്ള ചെക്കനാണ്. എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു. ഇവളെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇവൾ പാസ്പോർട്ടൊക്കെ ശരിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇങ്ങനെ എന്തോ പെട്ടെന്ന് നെഞ്ഞുവേദന എന്ന് പറഞ്ഞിട്ട് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ എല്ലാം എൻ്റെ മകളുടെ വിധി, അല്ലാണ്ട് എന്താണ്. ഓ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
അപ്പം പിന്നെ എന്തായാലും ഇനി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വിട്ടാക്കാനുള്ള ഐഡിയ നടക്കില്ല. വേറെ എന്തെങ്കിലും പരിപാടി നോക്കണം. ശല്യം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം. താത്ത കയ്പയ്ക്ക് അടിക്കണ സാധിക്കുന്ന നല്ല ഇഷ്ടമാണ് ഇത് വറുത്തതേ. ഇതൊക്കെ ആരുണ്ടാക്കിയത്? വേറെ ആര് വെച്ചുണ്ടാക്കാന്? എല്ലാം അവള് തന്നെ വെച്ചുണ്ടാക്കുന്നത്. അവൾക്ക് സമയം പോകാൻ വേണ്ടിട്ട് അവള് ഓരോന്ന് വെച്ചുണ്ടാക്കി നടക്കുകയാണ്. ഇത് അവിടെ തക്കാളി അവ ഉണ്ടാക്കിയ ആ പച്ചമുളക് അതൊക്കെ അവൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഒരു നേരം പോക്കായിരിക്കില്ലേ? അല്ല എന്തിനെങ്ങനെ വെറുതെ സമയം കളയണത്? അതും ഇതൊക്കെ ഓരോന്ന് ചെയ്തിട്ട് എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? എനിക്കൊക്കെ എന്ത് ജോലി കിട്ടാനാണ് ഷഹാന? ജോലി ഇവിടെ ഇരുന്നാ കിട്ടില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കണം, അപ്പൊ കിട്ടും. ഇവിടെ സാധിക്കൊക്കെ സമ്പാദിച്ചു കൊണ്ടുവന്നിട്ട് വേണ്ടേ വീട്ടിലത്തെ കാര്യങ്ങളും ചെലവുകളും ഒക്കെ കഴിയാൻ വേണ്ടിയിട്ട്. താത്തയാണെങ്കിൽ ഇവിടെ സമയം പോകാണ്ട് ഓരോന്ന് അതും കൃഷിയോ ഒക്കെ ഓരോന്ന് ചെയ്തിട്ട് പണിയും ചെയ്തിട്ട് നടക്കണം. സമയം ഇങ്ങനെ കളയുന്നതിനെക്കാട്ടി നല്ലല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ താത്താന്റെ ചെലവെങ്കിലും താത്താക്ക് നോക്കിക്കൂടെ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ട്. ഷഹാന, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? നീ ഇന്നലെ തൊട്ട് ചൊല്ലാൻ തുടങ്ങിയതാണല്ലോ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് പിന്നാലെ നടന്നിട്ട്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് നീ അറിയാൻ വേണ്ടിട്ട് ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് ചോദിക്കുന്നതാണെന്നാണ്. പക്ഷെ അതൊന്നും അല്ലല്ലോ നിന്റെ മനസ്സിലിരിപ്പ്. അവളിവിടെ ഇരിക്കുന്നത് നിനക്ക് ഇഷ്ടമാവണില്ലേ? അതല്ല ഇവിടെ നോക്കാൻ പറ്റില്ലെന്ന് എന്റെ മകൻ സാധിക്കുന്നതിനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടാ? ഉമ്മ നീ മിണ്ടാണ്ടിരിക്കുക. അവൾ ഇന്നലെ തൊട്ട് ഓരോ കാര്യങ്ങൾ എന്നെ കൊണ്ട് ചോദിക്കണേ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് അവള് വെറുതെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കണതാണെന്നാണ്. ഇപ്പൊ നിന്നെ പണിക്ക് പോകാന്നൊക്കെ അവള് പറയണ്. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ ഞാൻ മുന്നാണ്ടിരിക്കുക? അതിന് ഉമ്മ എന്തിനാ ഇങ്ങനെ ചൂടാവണത്? ഞാൻ ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത്. താത്ത ഇങ്ങനെ സമയം പോകാണ്ട് അതും ഇതും ചെയ്ത് നടക്കണേക്കാട്ടും നല്ലല്ലേ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ താത്താന്റെ ചെലവിന് ഇങ്ങനെ ഉള്ളതായില്ലേ? അത് തന്നെയല്ലേ ഞാനും പറഞ്ഞുള്ളൂ. അല്ലാണ്ട് ഇനിയുള്ള കാലം മുഴുവൻ ആങ്ങളുടെ ചെലവിന് ജീവിക്കുക പറയുമ്പോ ആങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ആങ്ങളെ പറയണില്ലാന്നേ ഉള്ളൂ. എന്ന് ഞാൻ പറഞ്ഞ ഷഹാന നിന്നെ കൊണ്ട് എന്റെ നാട്ടിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണെന്ന് ഞാൻ നിന്നെ കൊണ്ട് എപ്പോഴാ പറഞ്ഞത്? എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ സംസാരിക്കുന്നത് റോട്ടിക്ക് കേൾക്കണ്ടല്ലോ. ഷഹാൻ ഇന്നലെ തൊട്ട് എന്നെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു നടക്കുകയായിരുന്നു. താത്താന്റെ കാര്യങ്ങളെ, താത്താക്ക് വേറെ കല്യാണം കഴിക്കില്ലേ, ഭർത്താവിന്റെ വീട്ടിക്ക് പോണില്ലേ, അവിടെ ആരുമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ വിചാരിച്ചു ശരി അവൾക്ക് കാര്യങ്ങൾ അറിയില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇതാ ഇന്ന് താത്താന്റെ അടുത്ത് ജോലിക്ക് പോയി കൂടെയെന്ന്, താത്താന്റെ ചെലവിനെങ്കിലും നോക്കാനായില്ലേ എന്ന് പറഞ്ഞിട്ട് പറയണോള്. എന്റെ താത്തപ്പോ ജോലിക്ക് പോയിട്ട് വേണ്ട താത്താന്റെ ചെലവ് നോക്കാൻ വേണ്ടിട്ട്. അതിനെ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്. അല്ല നിനക്കെന്താ ഇപ്പൊ ഒരു പ്രശ്നം? താത്താന്റെ കാര്യങ്ങൾ ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വരുമ്പോ തന്നെ പറഞ്ഞതല്ലേ എല്ലാ കാര്യങ്ങളും. അപ്പൊ നിനക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ, നീ എല്ലാം സമ്മതിച്ചു തന്നെയല്ലേ, എന്നിട്ടല്ലേ കല്യാണം കഴിഞ്ഞത്. ഇപ്പൊ എന്താ നിനക്കൊരു ബുദ്ധിമുട്ട് താത്ത ഇവിടെ ഇരിക്കുന്നതിന്? അളിയൻ മരിച്ചിട്ടേ 5 വർഷമായി. ഈ വീടേ താത്താന്റെ പേരിലാണ്, അല്ലാണ്ട് എന്റെയും ഉമ്മാന്റെയും ഒന്നും അല്ല. സാധിക്കേ താത്ത ഒന്നും മുണ്ടാണ്ടിരിക്കുക, അവൾ അറിയട്ടെ എല്ലാ കാര്യങ്ങളും. എന്നാൽ തന്നെ അവൾ ഇത്തിരി ഒതുങ്ങോളും. ഈ വീടേ താത്ത കളിയും കെട്ടിക്കൊടുത്താണ്, അല്ലാണ്ട് ഞങ്ങളുടെ ഒന്നും അല്ല. അളിയൻ മരിച്ചതിന് ശേഷം താത്ത ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാരണം ഞാനും ഉമ്മയും ഇങ്ങോട്ട് വന്നതാണ് കുറച്ച് ദിവസത്തിന്. അപ്പൊ താത്തയാണ് പറഞ്ഞത് ഇനി പോകണ്ട, അവിടെ തന്നെ ഇരുന്നാൽ മതി, എന്തായാലും ഞങ്ങൾ വാടക വീട്ടിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ എന്തിനാ അവിടെ ഇങ്ങനെ വാടക കൊടുത്തിട്ട് ഇരിക്കുന്നത്? ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, താത്ത ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ താത്താക്ക് ഒരു തുണയായില്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നീയും ഞാനും ഉമ്മയൊക്കെയാണ് സത്യം പറഞ്ഞ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടത്, അല്ലാണ്ട് താത്താന്റെ വീട്ടിൽ നിന്ന് എവിടേക്ക് ഇറങ്ങി പോവുക? ഈ വീട്ടിലേക്ക് ഇപ്പൊ ചെലവിന് വേണ്ടിയിട്ട് താത്ത ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. എന്നെ നോക്കി വളർത്തിയത് താത്ത ഉമ്മയൊക്കെയാണ്. എന്റെ വാപ്പ ചെറുപ്പത്തിലേ മരിച്ചതാണ്. എവിടെ നിന്ന് എനിക്കിതൊക്കെ അറിയണില്ലേ? അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാനിപ്പോ ഇവിടെ ഉണ്ട്, ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരുന്ന എന്താ ഉറപ്പ്? നിനക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴേ നിനക്ക് അതിന്റെ കാര്യങ്ങൾ അറിയുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ ഒരു അവസ്ഥ താത്താക്ക് വന്ന അവസ്ഥ നിനക്ക് വന്നു കഴിഞ്ഞാലോ? നീ അതൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നീ ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കുവോ? അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം. പഠിച്ചവന്റെ കയ്യിലാണ് എല്ലതും. ഇന്നുള്ളത് പോലെ നാളെ ഉണ്ടാകുമെന്ന് വരില്ല. അത് മനസ്സിലാക്കി പെരുമാറ്, അഹങ്കരിക്കാൻ പാടില്ല. ശരി, നീ ഓരോന്നും പറയണ്ട. ആൾക്ക് വിവരമില്ലാണ്ട് വന്നതായിരിക്കും, അപ്പൊ അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അത് സാരമില്ല ഷഹാന, എനിക്കറിയാത്തത് കൊണ്ടായിരിക്കും. ഷഹാന, ഇനി എനിക്ക് ആകുള്ളത് ഇവനും ഉമ്മയും മാത്രമേ ഉള്ളൂ. അവനെ എനിക്ക് എന്നും വേണം. താത്ത എന്നോട് ക്ഷമിക്കില്ലേ? ഞാൻ എന്റെ ഭാഗത്തുനിന്നൊന്നേ ചിന്തിച്ചുള്ളൂ, താത്താന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചിന്തിച്ചില്ല. സാരമില്ല ഷഹാന, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വേറെ ഏത് പെൺകുട്ടികൾക്കും വരരുത് എന്നാണ് പ്രാർത്ഥന.